അതെ, നോൺ വെജ് ഒക്കെ നമ്മൾ ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ചത്തേക്കോ ഒക്കെ വാങ്ങി സ്റ്റോർ ചെയ്തിട്ട് എടുത്ത് ഉപയോഗിക്കുമ്പം ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് പലപ്പോഴും കിട്ടാറില്ല എന്ന് പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഇതുപോലെ ഇനി നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചോളൂ. ഒരു മാസം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കൂടെ തന്നെ കുറച്ച് അടിപൊളി കിച്ചൺ ടിപ്പൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുതേ. ആദ്യത്തെ ടിപ്പ് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സിസറിൻ്റെ മൂർച്ച പോയാൽ കല്ലുപ്പിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് സിസർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്ന് രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സിസറിന് മൂർച്ച കിട്ടും. തുണി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസേഴ്സ് ഇതുപോലെ ഉപയോഗിക്കരുത് കേട്ടോ. അതിന് മൂർച്ച കിട്ടാനായിട്ട് നമുക്ക് വാഴയില എടുത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പലരും സിസറൊക്കെ മൂർച്ച ചെയ്യാനായിട്ട് ഉരച്ചൊക്കെ എടുക്കുന്നത് ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്തത്. ഇപ്പം നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ നമ്മുടെ സിസറിന് മൂർച്ച കിട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഉപ്പുപാത്രം കാണിച്ചപ്പോൾ ഞാൻ എന്താണ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് 2-3 പേര് ചോദിച്ചിരുന്നു. ഇതൊരു പീസ് ചിരട്ടയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഈ ഒരു ഉപ്പ് പാത്രത്തിൽ കിടക്കുന്നതാണ്. ഇങ്ങനെ നമ്മളൊരു പീസ് ചിരട്ട ഇട്ട് വെക്കുകയാണെങ്കിൽ ഉപ്പ് പെട്ടെന്ന് അലുത്തു പോകത്തില്ല. തണുപ്പ് സമയത്ത് നമ്മൾ നെയിൽ പോളിഷിൻ്റെ കുപ്പി തുറക്കാനായിട്ട് നോക്കുമ്പം നല്ലപോലെ സ്റ്റക്കായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ നെയിൽ പോളിഷിൻ്റെ അടപ്പിൽ 1-2 റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് നെയിൽ പോളിഷിൻ്റെ ബോട്ടിൽ തുറക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സ്റ്റക്ക് ആവാണ്ടിരിക്കാൻ നെയിൽ പോളിഷിൻ്റെ കുപ്പിയുടെ ആ ഒരു അടപ്പിൻ്റെ ഭാഗത്ത് കുറച്ച് വാസലിൻ തേച്ച് കൊടുത്താൽ മതി. ഈ ഒരു ടിപ്പ് ഞാൻ മുമ്പേ ഷെയർ ചെയ്തതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അതും കാണിക്കുന്നില്ല. 2-3 ദിവസത്തേക്കൊക്കെ നമ്മളിൽ പലരും മാവ് അരച്ച് വെക്കുന്നവരായിരിക്കും. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പം ആ ഒരു മാവിന് ഫ്രഷ്നെസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപാട് പുളിച്ചു പോകാറുണ്ട്. ഇനി നിങ്ങൾ മാവ് അരച്ച് വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞെടുത്ത് ദോശയോ ഇഡലിയോ ഒക്കെ റെഡിയാക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കൂ. അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് 1-2 പച്ചമുളക് അതിൻ്റെ ഞെട്ട് കളഞ്ഞ് ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ മാവ് ഒട്ടും തന്നെ പുളിക്കത്തില്ല, നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. ഓരോ ദിവസത്തേക്കുള്ള മാവും പ്രത്യേകം പാത്രങ്ങളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതിനുശേഷം വേണം ഇതുപോലെ 2-3 പച്ചമുളക് എടുത്ത് ഞെട്ട് കളഞ്ഞിട്ട് അതിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. ചില സമയങ്ങളിൽ മിക്സിയുടെ ജാറ് നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുമ്പം ബ്ലേഡ് സ്റ്റക്കായിട്ട് തിരിയാണ്ടിരിക്കാറുണ്ട്. പിന്നെ നമ്മളത് കടയിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്താൽ മാത്രമേ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. റിപ്പയർ ചെയ്യാണ്ട് നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലെ ബ്ലേഡ് ഒടിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് തന്നെ ഇത് റിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നമുക്ക് ആ ഒരു ബ്ലേഡിൻ്റെയും സ്ക്രൂവിൻ്റെയും ഭാഗത്തൊക്കെ കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. അതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറ് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് വാസലിൻ തേച്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ, വാസലിനാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൈ ഉപയോഗിച്ച് കുറച്ച് ഇതുപോലെ എടുത്ത് ഈ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര സ്റ്റക്കായിട്ടുള്ള മിക്സിയുടെ ജാറാണെങ്കിലും എളുപ്പം തന്നെ അത് മാറിക്കിട്ടും. എൻ്റെ മിക്സിയുടെ ചെറിയ ഈ ജാറ് കേടായിട്ട് ഒരു പ്രാവശ്യം ഞാൻ പുറത്ത് കൊടുത്ത് റിപ്പയർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു തന്നാണ് കേട്ടോ, ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി എന്നുള്ളത്. ചൂടാക്കിയതിന് ശേഷമുള്ള ജാറാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ബ്ലേഡ് നിങ്ങൾക്ക് കറക്കി കാണിച്ചു തരുന്നത്. ഇപ്പം വളരെ സ്മൂത്തായിട്ട് തന്നെ തിരിയുന്നുണ്ട്. മിക്സി കുറേ അധികം കാലം കേടാകാണ്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. നല്ല വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു വീഡിയോ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക് കാണാവുന്നതാണ്. നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നവരുടെ വലിയൊരു കംപ്ലൈൻ്റ് ആണ്, നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതെടുത്ത് ഉപയോഗിക്കുമ്പം ആ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ഉണക്ക മീനിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നതെന്നുള്ളത്. ഇനി മുതൽ ഏത് നോൺ വെജ് ഐറ്റംസ് സ്റ്റോർ ചെയ്താലും നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരടപ്പ് ആപ്പിൾ സിഡർ വിനെഗർ ഒഴിച്ച് കൈ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഈവനായിട്ട് വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ വെച്ച് നിങ്ങൾ ഫ്രീസറിൽ വെച്ച് നോക്കൂ. എത്ര കാലം കഴിഞ്ഞ്, ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞെടുത്താലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഒട്ടും തന്നെ ഇതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല.
ആപ്പിൾ സിഡർ വിനെഗറിന് പകരമായിട്ട് വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന സുർക്ക ഉണ്ടല്ലോ, അതായാലും ഉപയോഗിച്ചാൽ മതി. ആപ്പിൾ സിഡർ വിനെഗർ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതെടുത്ത് കാണിച്ചു തന്നത്. ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി. ഒരു 2 ആഴ്ച വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. ഇത് വീണ്ടും നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷമായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് തോർത്ത് ടെൻഷൻ ആവേണ്ട. ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് ഇതേ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന മീനാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ മീനിൽ ഒരുപാട് ഐസും പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് കറി വെക്കാനും വളരെ എളുപ്പമാണ്. ഫ്രീസറിൽ വെച്ചിരിക്കുന്ന നോൺ വെജ് ആയാലും നമ്മൾ എടുത്ത് 1-2 വെള്ളത്തിൽ കൂടി കഴുകിയതിന് ശേഷമാണല്ലോ കറി വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഒഴിച്ചിരിക്കുന്ന വിനാഗിരിയൊക്കെ ഇതുപോലെ കഴുകുമ്പം പൊയ്ക്കോളും. പക്ഷേ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഒട്ടും തന്നെ ടേസ്റ്റ് വ്യത്യാസമില്ലാതെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന ദിവസം വീട് നിറച്ചും ആ ഒരു സ്മെല്ലായിരിക്കും അല്ലേ. പ്രത്യേകിച്ചും ചാള, മത്തി പോലുള്ള മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സ്മെല്ലുണ്ടാവാതിരിക്കാനായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കടുക് നല്ലതുപോലെ ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് നൊന്ത ചീത്തയായി തുടങ്ങിയ മീനാണെങ്കിൽ ഇതുപോലെ കടുക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസവും അറിയത്തില്ല കേട്ടോ. അതുപോലെ തന്നെ പൊരിക്കുമ്പം പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ടേസ്റ്റും കിട്ടും, ഒപ്പം തന്നെ മീൻ പൊടിഞ്ഞു പോകത്തുമില്ല. തേങ്ങ അരച്ച് മീൻകറി വെക്കുമ്പം ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു മണവും രുചിയും കിട്ടാനായിട്ട് അടിപൊളി ഒരു സൂത്രം പറഞ്ഞു തരട്ടെ. ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കി നല്ല പോലെ അടച്ച് വെക്കണം. അതിനുശേഷം സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ആ ഒരു അടപ്പ് തുറക്കാവൂ. നല്ലൊരു മണമായിരിക്കും കേട്ടോ ആ ഒരു മീൻകറിക്ക്. ഈ ടിപ്പ് എനിക്കൊരു ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു രീതിയിൽ മീൻകറി വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ കുറച്ചധികം ടിപ്പുകളൊക്കെ നമ്മളിതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ.